ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ചിക്കൻ മലായി കോഫ്ത കറിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കോമ്പിനേഷനാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കോഫ്ത റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 3 വറ്റൽമുളകും, 1 സവാള കട്ട് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 പച്ചമുളകും, 1 കൈപ്പിടി നിറയെ മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ തന്നെ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുക. 3 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതായത് ഇവിടെ മുഴുവനായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കുക. നമുക്കിത് മുഴുവനായിട്ട് ഇതുപോലത്തെ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഓയിൽ ചൂടായ ശേഷം നമുക്കിതിലേക്ക് കോഫ്ത ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ട നമ്മൾ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഈ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 2 സവാള കട്ട് ചെയ്തതും 1 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 10 കാഷ്യൂസും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നമുക്കിതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ആ സവാള നല്ല കളറൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂട് മാറിയതിൻ്റെ ശേഷം നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കണം. ഇനി ആ ഒരു പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 2 പീസ് പട്ട, 10 കുരുമുളക്, 5 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്, 5 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് എടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഓണിയൻ കാഷ്യൂ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇതും മിക്സ് ആക്കിയ ശേഷം നമുക്കിതിലേക്ക് 3/4 കപ്പ് തൈരാണ് കേട്ടോ വേണ്ടത്. തൈര് ഞാൻ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളിയില്ലാത്ത നല്ല കട്ടി തൈരുമാണ് കേട്ടോ അതിലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കിയിട്ട് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ഒരു കോഫ്ത ഇട്ട് കൊടുക്കുക. ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ 1 ടീസ്പൂണ് കസൂരി മേത്തി പൊടിച്ചതും, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഈ ഒരു ഗ്രേവി നല്ല തിക്കായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രേവിയൊക്കെ അതാ ഇവിടെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ടൈമിൽ ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് കസൂരി മേത്തി പൊടിച്ചതും, അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 കൈപ്പിടി നിറയെ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ, നമ്മളെ ഈസി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വെറൈറ്റി കറിയുണ്ട് ഇത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും പൂരിയുടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്